അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. 6 രൂപ ഒരു ടിക്കറ്റും എടുത്ത് നേരെ തവണക്കടവിൽ നിന്ന് വൈക്കം ബോട്ട് ജെട്ടിയിലെത്തി. ഏകദേശം 15 മിനിറ്റ് മതി തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് ബോട്ടിന്. അവിടെ നിന്ന് നടന്ന് KSRTC സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് തൊടുപുഴയ്ക്കുള്ള ബസ് കിടക്കുന്നത്. നേരെ അതിൽ കയറി 63 രൂപ ടിക്കറ്റും എടുത്ത് യാത്ര തുടങ്ങി. ഏകദേശം 2:30 തൊടുപുഴ സ്റ്റാൻഡിലെത്തി ബസ്. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. ഓപ്പോസിറ്റുള്ള റിവർ വ്യൂ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും കഴിച്ച് വീണ്ടും സ്റ്റാൻഡിലെത്തി. അപ്പോൾ രാജാക്കാടേക്കുള്ള ബസ് വന്നു. അതിൽ കയറി പൈനാവിലേക്കുള്ള ടിക്കറ്റും എടുത്ത് യാത്ര ആരംഭിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് പൈനാവിലുള്ള മൈക്രോവേവ് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. KSRTCയുടെ സൈഡ് സീറ്റിലിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം ഒരു 5 മണിയായപ്പോൾ പൈനാവിലെത്തി. മുകളിലേക്ക് കയറുന്നത് ഓട്ടോയിലാണ്. 80 രൂപയാണ് ഓട്ടോ ചാർജ്. ഓട്ടോയിൽ നിന്ന് അവിടെ ഇറങ്ങി കുറച്ച് നടന്ന ശേഷം മൈക്രോവേവ് വ്യൂ പോയിൻറ്റിൻ്റെ എൻട്രൻസിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാൻ. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റും എടുത്ത് മയം മുകളിലോട്ട് കയറി. മുകളിൽ ചെന്നപ്പോൾ നല്ല കാറ്റുണ്ട്. ചെറിയ രീതിയിൽ കോടയൊക്കെ വരാൻ തുടങ്ങി. ഏകദേശം ഒരു 6 മണിയായപ്പോഴേക്കും നല്ല തണുപ്പും കോടയും കൊണ്ട് താഴ്വാരം ഫുള്ള് മഞ്ഞ് മൂടിയ നിലയിലായിരുന്നു. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം നേരെ വീണ്ടും നമ്മുടെ ഓട്ടോയ്ക്ക് താഴേക്ക് പോന്നു. ഇനി പോകുന്നത് വണ്ടൻമേടിലുള്ള നമ്മുടെ അനൂപ് സാറിൻ്റെ മാലിയിലെ ഏലത്തോട്ടത്തിലേക്കാണ്. കട്ടപ്പനയിലേക്ക് ബസ്സും കയറി കട്ടപ്പനയിലെത്തി. അവിടെ നിന്ന് നേരെ വണ്ടൻമേട് പോയി ഇറങ്ങി. വണ്ടൻമേട് പോയി ഇറങ്ങിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് പ്രസാദ് സ്റ്റോഴ്സിലായിരുന്നു. അനൂപ് സാറ് വരാൻ വേണ്ടി അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു സോഡ നാരങ്ങയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സാറ് അവിടെ എത്തിയത്. ഇതാ വരും നമ്മുടെ സാറ് കടയിലേക്കെത്തി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പോകാനുള്ള ജീപ്പാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ജീപ്പിൽ കയറി രാത്രി ഏലത്തോട്ടത്തിലേക്ക് യാത്രയായി. നമ്മളങ്ങനെ രാത്രി ഏലത്തോട്ടത്തിലെത്തി. ഇനി ഏലത്തോട്ടത്തിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. 6 രൂപ ഒരു ടിക്കറ്റും എടുത്ത് നേരെ തവണക്കടവിൽ നിന്ന് വൈക്കം ബോട്ട് ജെട്ടിയിലെത്തി. ഏകദേശം 15 മിനിറ്റ് മതി തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് ബോട്ടിന്. അവിടെ നിന്ന് നടന്ന് KSRTC സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് തൊടുപുഴയ്ക്കുള്ള ബസ് കിടക്കുന്നത്. നേരെ അതിൽ കയറി 63 രൂപ ടിക്കറ്റും എടുത്ത് യാത്ര തുടങ്ങി. ഏകദേശം 2:30 തൊടുപുഴ സ്റ്റാൻഡിലെത്തി ബസ്. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. ഓപ്പോസിറ്റുള്ള റിവർ വ്യൂ